ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ചേട്ടാ വെള്ളം അടിച്ചിട്ട് എന്നെ അടിക്കരുത്. എന്നെ അടിക്കരുതെന്നാ പറഞ്ഞത്. വെള്ളം അടിച്ചിട്ട് വന്ന് എന്നെ അടിക്കരുത്. വെള്ളം അടിച്ചിട്ട് വന്ന് എന്നെ അടിക്കരുത്. വെള്ളം അടിച്ചിട്ട് വന്ന് എന്നെ അടിക്കരുത്. മേറ്റ് വരുന്നു. മേറ്റ് വരുന്നു. എങ്ങനെയാണ് മേറ്റ് വരുന്നത്? മേറ്റ് വരുന്നു. ഓ എതുപടിയാടി? എതുപടിയാ വരുന്നത്? അതാ പറഞ്ഞ മേറ്റ് വരുന്നെന്ന്. ആഹാ, എന്നിട്ട് അവളെ കിടക്കുന്നല്ലോ. മേറ്റ് എതുപടി വരുന്നെന്നാ പറഞ്ഞത്. മേറ്റ് വരുന്നോ? ആ പിന്നെ നീ പറഞ്ഞ മേറ്റ് വരുന്നെന്ന്. മേറ്റ് വരുന്നല്ല പറഞ്ഞേ. ചില കാൽ എന്റെ മേറ്റ് വരുന്നു. വെറുതെ നല്ലൊരു ഉറക്കം കളഞ്ഞു. നല്ലൊരു ഉറക്കം. കിടന്നോ കിടന്നോ. സമയം ഞാൻ നോക്കടി. എടി സമയം നോക്കട്ടെ. സമയം 2:30 കഴിഞ്ഞു. ആ പെണ്ണ് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും വിളിച്ചു പറയും. ഈ തൂമ്പെടുത്ത് 2 വെട്ടെങ്കിലും വെട്ട. ആ പെണ്ണുങ്ങൾ വരുമെന്ന് നമ്മളെ തലേ തീരിച്ചു ഞാൻ പറഞ്ഞേക്കാം. എന്റെ തൂമ്പ എന്തിയെ? എന്റെ ഈ ഫോൺ എനിക്ക് താഴ്ത്തു വെക്കാനേ തോന്നുന്നില്ല. ഒരു കാര്യം പറയട്ടെ. എന്താ ഇച്ചൈ അന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അന്ന് അവിടെ പോയത്? എന്തുവായിരുന്നു തെളിയാ സംഭവം? ജനിച്ച ഭയങ്കര പ്രശ്നം. ഞാൻ വിഷമിച്ച് ശരിക്കും. ഞാൻ ചെന്നപ്പോ ദേ ഇവിടെ വെച്ച് കൈവെട്ടി അങ്ങ് മാറ്റി. എന്റെ ദൈവമേ. യോ എന്നിട്ട് ആരുമില്ല. അവളും ആരും ഇവിടെ ഇല്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവള് ഈ വീട്ടിലില്ലേ ആ സമയത്ത്? അവളും ഇല്ല. ആ ചെറുക്കനും അവിടെ ഇല്ലെന്ന് പറഞ്ഞ് മനസ്സിലായി. ആരെ കൈവെട്ടിന്ന് പറഞ്ഞേ? എടി ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു. അതിന്റെ കൈ ഇവിടെ അങ്ങ് വെട്ടി മാറ്റി. എന്തുവാടി ഇവള് മണ്ടത്തരം വിളിച്ചത്? അതാണ് ഇപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത്. അതൊക്കെന്ന് പറഞ്ഞാൽ അവള് വരുന്ന സമയം അവിടെ കുറ്റം പറഞ്ഞോണ്ടിരുന്നാലും അവള് തലേ കറത്തില്ലേ. ഇവിടെ പറച്ചിൽ കേട്ടോ. അടിയോ വെട്ടോ കുത്തോ എന്തോ നടക്കുന്നതിന്റെ കൂട്ടി. നിന്റെ ചെരുപ്പ് എന്തിയടി? യോ ചെരുപ്പ് എന്തടി ഒന്നും പറയണ്ട കേട്ടോ. ചെരുപ്പേ ഞങ്ങളുടെ വീട്ടില് ചെരുപ്പ് വാതിക്കലോട്ട് ഇടും. ഒരു കറുത്ത രോമമുള്ള ഒരു ചെരുപ്പ് വന്ന് പട്ടിയെല്ലാം പറക്കണം. എന്തോടി പറയുന്നത്? അങ്ങനല്ല, ഒരു പട്ടി വന്നിട്ട് ചെരുപ്പ് എടുത്തോണ്ട് അങ്ങ് പോയി. ഞാനും അണ്ണനും കൂടെ ഇന്നലെ കട മൊത്തം തിരക്കി. എന്റെ ഈ സൈസിനുള്ള ചെരുപ്പ് കിട്ടുന്നില്ല കേട്ടോ. ഞാനാണ് എന്റെ 6 മതി, അണ്ണനാണ് 7. എന്തോ ചെയ്യാനാ, സാധനം കിട്ടില്ല. ഇച്ചടി ചെരുപ്പുകളല്ലേടി? യോ എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് 7 ഇഞ്ചാ. കൊച്ചാണ്ണാ 9. രമേ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ നിന്റെ ഭർത്താവിന്റെ കാര്യം ഞാനോ ചില സംസാരം ശരിയല്ലേ? ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അത് മോശം. ഇച്ച ഈ ആഴ്ച എത്ര പണിയുണ്ട്? ഞാൻ 7. അല്ല അവക്കിട്ട എടി ഞാൻ 7 പണി പണിതെന്നാ പറഞ്ഞത്. അവക്കിട്ടാന്നോന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ അവക്കിട്ടൊന്നും പണിതിട്ടില്ല. പിന്നെന്തിനാ പട്ടിയുടെ അത് പറഞ്ഞ മോശമല്ലയോ? അത് മോശം. അത് എനിക്ക് എപ്പോഴും ഇഷ്ടം. അവിടെ ഒരു സംസാരം ചെയ്ത് നീ കേട്ടോ? ഞാൻ കേട്ടു. ഞാൻ ആ കാര്യമല്ല, ദൈവസത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കാര്യമല്ല ഞാൻ ചോദിക്കാം. എടി ഞാനൊരു കാര്യം ചോദിക്കാം. നിന്റെ ഭർത്താവ് സത്യം പറഞ്ഞ ഇപ്പം വീട്ടിലുണ്ടോ? ഇല്ല, കോട്ടയത്ത് ജോലിക്ക് പോയിരിക്കുക. കോട്ടയത്ത് ജോലിക്ക് പോയാ. ഇന്നലെ വൈകിട്ട് നിന്റെ ഫോണിൽ നിന്നെ ഞാൻ വിളിച്ചപ്പോ ഏതാണ്ട് ഒരു ശബ്ദം കേട്ടല്ലോ. ആരാണ്ട് ആണുങ്ങൾ കാര്യം പറയുന്ന പോലെ. അത് പട്ടിയല്ലയോ? പട്ടിയാ, നാൺപട്ടി. ആ പട്ടി ഏതാന്ന് ഇച്ചായി ചോദിക്കുന്നത്? ആ പട്ടി ഏതാന്ന് കെട്ടിയാൻ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനാവശ്യ ചോദ്യങ്ങളും ചോദിക്കലോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യമാണ് പറഞ്ഞു. ഇച്ചയായിട്ടല്ലേ അവിടെ കഴിച്ചത്? അതല്ലേടി ഉഷയുടെ വീട്ടിൽ എന്തോ പ്രശ്നം? ഉഷയുടെ വീട്ടിൽ എന്തോ പ്രശ്നം? അവർ 2 പിള്ളേരുമായിട്ട് സുഖമായിട്ട് കഴിയുന്നു. സുഖമായിട്ട് ജീവിക്കും അവര്. എന്താ പ്രശ്നം? അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിവിടെ? സുഖമായിട്ട് ജീവിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം ഇല്ലാത്തടത്തെല്ലാം നീ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുവാ. പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നമുക്കൊരു വിഷയം വേണ്ടേ ചെയ്യാം. അതാ അവള് ചോദിക്കുന്നത്. സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയട്ടെ ഡി സുധേ. ഈ ഫണിസൈറ്റി നമുക്കൊരു വിഷയ ദാരിദ്ര്യമാണ്. വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. കിട്ടിയോ? ഇങ്ങോട്ട് വന്നേ. ഒരു വിഷയം. ഇന്നത്തെ ചർച്ചകളോ ഉണ്ടോ? ഉണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. എന്തുവാ? നീ ഏതേലും ഒരു വിരലെ തൊട്ടെ. ഇതെല്ലാം മുള്ളു കൊണ്ടത് ഞാൻ മടക്ക് വന്നേ. അതിനാണ് ഞാനൊരു സത്യം നിന്നോട് പറയാം. അത് ആരോടും പറയരുത്. പറയത്തില്ല. ദൈവസത്യം ഇടണം. എന്റെ കയ്യില് സത്യം ഇടണം. അതെന്റെ സത്യം ഇവിടെ ഇല്ലിട്ട അടി. എന്റെ മൂക്ക് മുങ്ങി എല്ലാം പോയി. ഞാൻ ആദ്യമേ നേടി വായിച്ച അതുകൊണ്ടല്ലേ. എവിടെ ഇടുന്നേ? ഞാൻ ഇടാ സത്യം. നീ എവിടെ പോവാ?
നീ ഇപ്പൊ ഇവളിപ്പോ എന്തിനാ സത്യപ്പെടാൻ ഇങ്ങോട്ട് വന്നേ? നീ പോയി വെള്ളം വാങ്ങിച്ചോണ്ട് വാ. വെള്ളം വാങ്ങിച്ചോണ്ട് വരി. രണ്ട് സത്യത്തിനപ്പം വിലയില്ലേ? അവിടെ അമ്മാമ്മ വീട്ടിലേക്ക് അച്ഛൻ്റെ കൈ സത്യത്തോടെ വരത്തുള്ളേ. കണ്ടോ അവിടെ ആഗ്രഹം കണ്ടോ? ഈ കൊച്ചിന്റെ കാര്യം എന്തോന്ന് ഞാൻ പറയട്ടെ. കാര്യം പറഞ്ഞു മുമ്പേ ഇത് പറഞ്ഞു വരട്ടെ. സുമതിയുടെ മോള് നമ്മള് വേറൊരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടാനിരിക്കുവാ. ദൈവമേ എനിക്ക് വയ്യ. എന്റെ പൊന്നെ എവിടെ പോവാ നീ? അന്നാ പറ. ഈ ചെറുക്കന് ഗവൺമെന്റ് ജോലിയുണ്ട്. എടി ഈ തള്ള ഈ പെണ്ണിന് കൂട്ടു നിൽക്കുവാന്ന്. അവളെ ഇറങ്ങി പോകാനോ? പിന്നെ ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണ് ഇറങ്ങിപ്പോയി എന്തെങ്കിലും പാണാവള്ളി എന്തായാലും ദുരിതം ഉണ്ടാക്കി വെച്ചാൽ ആരും ഉത്തരവാദിക്ക്? അത് പറഞ്ഞാലേ എന്റെ ശശാങ്കനാഥ ആശങ്ക ഇതാ. ഇവൻ ഇനി പോയി നല്ലതായിട്ട് ജീവിച്ചാൽ നമ്മളെന്ത് ചെയ്യും? അതിൽ ജീവിക്കാൻ അനുവദിക്കരുത്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ആരോട് വിളിച്ച് ചോദിക്കരുത്. നമ്മളിപ്പോ ആരോട് ഒരു കാര്യം ചെയ്യും. മണിക്കറിയാം മണിയുടെ നമ്പർ എന്റെ ഉണ്ട്. ഞാൻ വിളിക്കാമല്ലോ. ഞാൻ വിളിക്കാം. അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ. മണി നീ എവിടെ അടി? എടി ഞാനേ ഒരു ശ്രുതി കേട്ടു. നമ്മുടെ ഈ ആണോ? ഞാൻ അതേ ചോദിച്ചോളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആണോ എന്നിട്ട് പറയാനേ എന്താ പറഞ്ഞു? അവള് പറയുന്നത് ലതയ്ക്കറിയാവുന്ന. അങ്ങനെ ലതയുടെ നമ്പർ എന്റെ ഉണ്ട്. ഉണ്ടോ? ലത ഞാൻ ഇപ്പം വിളിക്കാം. ആരും അറിയരുതെന്ന് പറഞ്ഞല്ലയോ? ഹലോ ലത, നീ എവിടെ ആടി? എടി ഞാനൊരു ശ്രുതി കേട്ടു കേട്ടോ. എടി നമ്മുടെ നമ്മുടെ സുമത് അറിഞ്ഞോ? അവള് അവള് പറയുന്നത് എന്തുവാന്നറിയാമോ? അവൾക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അവളിപ്പം പറയുന്നത് ഗ്രൂപ്പിലിട്ടിട്ട് ഇതെന്തുവാന്ന് വെച്ചാൽ പറയാമെന്നാ പറഞ്ഞു. വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിട്ട് എന്റെ അവൾ പറയുവോ? എനിക്കറിയത്തില്ല, പറഞ്ഞാ നല്ലത്. ഈ സംഭവം ഞാൻ നേരത്തെ അറിഞ്ഞതാ. എന്തുവാ? സുമതിയുടെ മോള് ഒളിച്ചോടി കഥയല്ലയോ? നീ എങ്ങനെ അറിഞ്ഞു? അവള് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടല്ലോ സുമതി തന്നെ. എന്നിട്ട് സുമതി എന്തുവാ പറഞ്ഞ ചെയ്യോട് ആരും അറിയരുതെന്നല്ലയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവള് 10 പേരോട് പറയുമല്ലോടി. അത് പറയും. എന്നിട്ട് ഇവള് ഒതുക്കത്തിൽ കൊടുന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് ഇട്ടിരിക്കുന്നു. 250 പേരുള്ള ഒരു ഗ്രൂപ്പില്. കാര്യമല്ലല്ലോ അവൾ അവിടെ വീട്ടിൽ ഒരു വിഷയം ഉണ്ടായപ്പോ അവൾ 250 പേര് അടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങ് ഒതുക്കി. നമ്മളെ വിഷയം ഇവര് 10 പേരോട് പറഞ്ഞു. 10 പേരോട് പറഞ്ഞായിരുന്നു. അതിന്റെ ആവശ്യമില്ല. അവിടെ അങ്ങനെ വിട്ട് കളിക്കരുതല്ലോ. ഞാനൊന്ന് ഇരിക്കട്ടെ. മാർച്ച് 27 28. അതെങ്ങനെ ആ ഡേറ്റ് ശരിയാവുന്നേ? രണ്ടും ഒരു ദിവസം വരുമോ? എടി മാർച്ച് 27 സുമയുടെ മോടെ കുഞ്ഞിന്റെ 28. അത് 27, ഞാൻ 28. നീ വരുവോ? ഞാൻ ഞാൻ ഇല്ലാത്തപ്പോ അണ്ണനെ വന്ന് വിളിച്ചായിരുന്നു. ഞാൻ മിണ്ടത്തില്ലല്ലോ. വരത്തില്ല. നിങ്ങള് എന്തോ വിഷമിച്ചിരിക്കുന്നത്? ഞാനൊരു കാര്യം ഓർത്ത് അങ്ങ് വിഷമിച്ചങ്ങിരിക്കുവാടി. എന്ത് വായിച്ചേ? കാര്യം പറ. ഞങ്ങളുടെ അവിടുത്തെ വഴിയുടെ പ്രശ്നം നിനക്കറിയാമല്ലോ. അയ്യോ അത് ഇതുവരെ ശരിയായില്ലയോ? അയ്യോ എന്റെ പൊന്നെ, അതെന്തോ ശരിയാകാനാ? ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതി അവിടെ ഉണ്ടോ? അത്ര ശരിയാ, വളരെ കഷ്ടമാണ്. എന്തോ ഇത്? അത് അവരോട് പറഞ്ഞപ്പോ അവര് പറയുന്നത് നമ്മൾ ഒരടി അങ്ങോട്ട് കൊടുത്താൽ 2 അടി ഇങ്ങോട്ട് തരുവാണ്. ആര് പറഞ്ഞു? ആൾക്കാർ പറയുന്നത്. അപ്പൊ ഞാൻ കൊച്ചാണ്ടി ഇത് കേട്ടപ്പോഴേ പറഞ്ഞു, നമ്മൾ എന്തിനാ വെറുതെ അടിക്കും പിടിക്കും പോകുന്നത്? കൊച്ചാണ്ടി ഇപ്പൊ എന്തെന്ന് പറയാ, പെരക്കകത്ത് തന്നെ കുത്തിയിരിക്കുക, വെളിയിലോട്ട് പറഞ്ഞില്ല. എന്റെ ഞാൻ അതല്ല പറഞ്ഞേ. പിന്നെ ഒരടി വസ്തു അങ്ങോട്ട് കൊടുക്കുമ്പോ 2 അടി വസ്തു ഇങ്ങോട്ട് തരുമെന്ന്. അങ്ങനെയാണോ? ഞാനിന്ന് നേരത്തെ പോവേ. എവിടെപ്പാ? എനിക്ക് മഹാഭാരത സീരിയൽ കാണണം. മഹാഭാരത സീരിയല്? ഞാൻ ഡെയിലി കാണും. അത് കാണുമോ? പിന്നെ അതിനകത്ത് എനിക്ക് ആ യുദ്ധത്തിന് അറിയത്തില്ലേ? അത് എനിക്കറിയത്തില്ല. എന്റെ പൊന്നെ ശ്രീകൃഷ്ണൻ ആ ഫ്രണ്ട് ചെയ്യുന്നത് കുതിര ഓടിക്കുന്നത്. പുറമെ ഇരുന്ന് അമ്പയിക്കും. അതാരാ? അർജുൻ സാറ് പോലും. അർജുന പൊന്നോ, കഥ അറിയത്തില്ലയോ? എനിക്കറിയത്തില്ല. അപ്പൊ മറ്റേ ലങ്കയിൽ നടക്കുന്ന യുദ്ധമില്ലയോ? അത് രണ്ട് യുദ്ധമല്ല. ലങ്കയിലെ യുദ്ധം മഹാഭാരതം 2 കഥയാ. 2 കഥയാണ്. പിന്നെ എന്തുവായാലും എനിക്കിന്ന് നേരെ പോകണം. അതെന്താ? എനിക്ക് പഞ്ചർ കടയിൽ വരെ ഒന്ന് പോകണം. വണ്ടിയിലാണ് വന്നേ? അതല്ലെന്ന്, ഈ കൊച്ചാട്ടം കിടക്കുന്ന മുറിയിലെ ഫാന് തീരെ കാറ്റില്ല. ആ കട കൊണ്ടുവച്ചാൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും. പുള്ളിക്കാരൻ ഉറങ്ങുന്നില്ല ഫാനില്ലാതെ. രണ്ടത്തെ കാര്യം പറഞ്ഞപ്പോളാ കോടാലി കൊണ്ട് തൊണ്ടയ്ക്ക് ഇരിക്കുവല്ലായിരുന്നു ഇടയ്ക്ക് വെച്ച്. അത് മാറിയോ? കോടാലി അല്ല. നീ എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അംശം കുറവുണ്ട് ഇരുമ്പില്ല രക്തത്തില്. അതിന് കത്തിയെടുത്ത് വിഴുങ്ങി ഏതാണ്ട് മറ്റെല്ലാം കൂടെ കീറി എല്ലാം കഴിഞ്ഞു. ആ പ്രശ്നം എല്ലാം കഴിഞ്ഞു. ഇപ്പം പുതിയൊരു കോള് ഒപ്പിച്ചോണ്ട് വന്നിരിക്കുക. അതെന്തോ വെച്ചേ? നാരടങ്ങിയ ഭക്ഷണം കഴിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ വന്ന വഴിക്ക് പൊതിക്കാത്ത ഒരു തേങ്ങ എടുത്തോണ്ട് വന്ന് പൊതിച്ച് അതിന് ചകിരി എടുത്ത് അണ്ണാക്കി കുത്തി കരിക്കണം നടക്കുന്നത്. അത് തന്നെയല്ല അതിന് കണ്ട രസം. 2 കുരുവി ഇപ്പൊ ഒരു മാസമായിട്ട് പുള്ളിക്കാരന്റെ പുറകെ നടക്കുക. കൂട് കൂട്ടി കൊട്ടയിടാൻ. വേറെ കാര്യം മറന്നുപോയി. എന്തോടി? കഴിഞ്ഞ ആഴ്ചയില് എന്റെ കെട്ടിയും വീട്ടിൽ വന്നപ്പോ നടന്ന സംഭവം അറിയാവോ? എന്തോ എന്തിനാ എണ്ണിക്കുന്നേ? അല്ല എന്തോ
എന്തിനാ പണി നമുക്ക് 5 മണി വരെ ഇങ്ങനെ ഇരിക്കാന്ന്? മോശമല്ലേ ഒരു എന്റെ പൊന്നെ എല്ലാ ശനിയാഴ്ച പുള്ളിക്കാരൻ വീട്ടിൽ വരും, വെള്ളം ഒടിച്ചിട്ടാ വരുന്നത്. എന്റെ കാര്യോ മക്കളുടെ കാര്യോ ഒന്നും ഓർമ്മയില്ല. എന്റെ ദൈവമേ, സഹിയായിട്ട് ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പോയി നിനക്ക് ചാവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ എണ്ണം വിടുവോ? വിടുകയല്ല. എന്റെ എണ്ണം അത് കേട്ടനെ ഒട്ടനെ ഞാൻ പുഴയെ ചാടി പോയി ചാവാൻ പോവാന്നും പറഞ്ഞോണ്ട് കവർ എടുത്ത് തല കെട്ടി ഒറ്റ ഇറക്കോ ചാടാൻ വേണ്ടി. അതിന് തലേ കവർ കെട്ടിയേ. അത് വെള്ളം മാറി തല നനച്ചാൽ പുള്ളിക്ക് പനി പിടിക്കും. ആ ശീലം അങ്ങനെ ഉണ്ട്. എത്ര എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന് അറിയാമോ? ചാകാൻ പോയോ? നേരത്ത് പുള്ളിക്കാരൻ ആ പോയ പോക്കിൽ നമ്മൾ ഒഴിഞ്ഞ പറമ്പുള്ള ദാസപ്പന്റെ അതുവഴിയാ പോയെ. അവിടെ ചെന്നപ്പോ കിണറ്റിനകത്ത് എന്തോ ഒരു സൗണ്ട്. അണ്ണൻ നോക്കിയപ്പോ ഒരു പന്നി കിടക്കുക. എന്റെ അണ്ണൻ വിടുവോ? വിടുകയല്ല. എന്റെ അണ്ണൻ കാട്ടുപന്നി എന്ന് പറഞ്ഞ ഭയങ്കര ഫോറസ്റ്റ് കേട്ടാണോ? കേട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. എന്റെ അണ്ണൻ നേരെ വീട്ടിൽ വന്ന് കിണറ്റിന്റെ കയറ് കൊടുത്തോണ്ട് വന്നിട്ട് മേളിൽ കെട്ടിട്ട് താഴോട്ട് ഇറങ്ങി. എന്റെ അണ്ണൻ വിടുവോ? വിടുകയല്ല. കയറങ്ങോ പൊട്ടി താഴോട്ട്. പന്നി വിടുവോ? എന്താ പറയാ, അവിടെ കിടന്ന് പുള്ളിക്കാരൻ വിളിച്ചു പോവാ. ലത ഓടി വന്ന് കിണറ്റി നോക്കിട്ട് ലത പറയുവാ 2 പന്നി കിണറ്റി കിടക്കുന്നെന്ന്. ഞാൻ ജീവനെ കൊണ്ട് ഓടി വന്ന് നോക്കിയപ്പോൾ എന്തുവാ, അതിലൊരു പന്നി എന്റെയാ. അയ്യോ അല്ല, അതില് ഒരാൾ എന്റെ കെട്ടിയവനാ. ഞാൻ പറഞ്ഞു കയറുന്ന്. പുള്ളിക്കാരനും ഓടി നോട്ട് പറയാ കയറുന്ന്. അത് നീ ഇറങ്ങാതെ എങ്ങനെ നീ കയറുന്നേ? എനിക്കറിയാം അയ്യേ. എന്തോ പൊട്ടനാങ്ങാര്. നിങ്ങൾ അവിടെ കണ്ട് വരച്ചു പോക്കണെന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന്, രാത്രി 12 മണിയായി കാണും. 12 മണിയായപ്പം പുറത്തൊക്കെ എന്തൊക്കെയോ സൗണ്ട്. മിക്ക ദിവസം ഉണ്ട് ഇത്. ചങ്ങല വലിക്കുന്ന ഓരോക്കെ സൗണ്ട്. എന്തോ സംഭവം അണ്ണൻ പറഞ്ഞ് വരത്ത് വെക്കാണ്. ഞങ്ങൾ ഒരു സ്വാമിയെ പോയി കണ്ടേ. സ്വാമി ആണെങ്കിൽ വീടിന്റെ 4 മൂല സ്ഥാപിക്കാൻ സാധനം തന്നു വിട്ടു. തകിടൊന്നുമല്ല, CCTV ക്യാമറ. വരുന്നേം പോകുന്ന എല്ലാം അടുത്ത് കാണാന്ന് പറഞ്ഞു. പോക്ക് വരവിന് സത്യത്തിൽ ഇതൊക്കെ ഉള്ളതാ. ആണോ? ഞാൻ പറയാം, ഞാനും അണ്ണനും കൂടി ഇതുപോലെ രാത്രി വന്നപ്പോ ഇതുപോലെ പനയുടെ അവിടെ വന്നേ ഭയങ്കര ഒരു കാറ്റ്. ഞങ്ങൾ നിൽക്കുന്നിടത്തോണ്ട് മാത്രം സത്യമാ ഭയങ്കര കാറ്റ്. അണ്ണ എന്തോന്നറിയോ, എനിക്കങ്ങ് പേടിച്ചങ്ങ് ഏതാണ്ട് പോലെ ആയിപ്പോയി. അണ്ണ ഒരു പിടി മണ്ണ് വാരി നെഞ്ചത്തോട്ട് വെച്ചിട്ട് മല ഒരൊറ്റ കിളപ്പ. അയ്യോ, എന്നിട്ട് 3-ാം പക്കം ആ ബോധം വീണു. കടന്നിട്ട് എന്നിട്ട് എന്നോട് ഒറ്റ വാക്കേ പറഞ്ഞോളൂ, ഇനി മേലാൽ ആ വഴി കൂടെ എന്നെ കൊണ്ടുപോയി ധൈര്യവാ. ഇത് കണ്ടത് പറഞ്ഞപ്പം രോമം ഇല്ല എണ്ണിച്ചിരിക്കുന്നുണ്ടോ? രോമം എണ്ണിച്ചിരിക്കുന്നത് ആ പുല്ലിനോടുള്ള ദേഷ്യവാ. ഇനി കണ്ടാ തല്ലുവെന്നും പറഞ്ഞ് രോമം എണ്ണിച്ചിരിക്കുക. അതുപോട്ടെ, നിന്റെ വീടിന്റെ കെട്ടിയ മാതളനാണെങ്കിൽ മേടിച്ചോണ്ട് വന്നില്ലോടി. അങ്ങനെ സാധനം നമ്മള് കണ്ടതാ. ഞാൻ ആരുടെയും കുറ്റവും കുറവും ഞാൻ ഇഷ്ടം പോലെ സാധനം മേടിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം 2 ചാക്ക് പഞ്ചാര കൊണ്ടുവന്ന് വെറുതെ കളയുമായിരുന്നു. പാടി എനിക്ക് പൊങ്ങച്ചക്കാരി പറയുന്നത് ഇഷ്ടമല്ല. നീ എഴുന്നേറ്റ് പണിയാ. ഞാൻ പറഞ്ഞേക്കടി. അത് കഴിഞ്ഞ് പിന്നെ ഗോതമ്പ് പൊടി 2 ചാക്ക് കൊണ്ടുവന്നു. അതുപോലെ മിനിഞ്ഞാന്ന് 1 ചാക്ക് മാതള നാരങ്ങ കൊണ്ടുവന്നേ. മാതള നാരങ്ങ കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ചൊക്കെ തിന്നു. ബാക്കി രാവിലെ 10 മണിക്ക് പിള്ളേർക്ക് ഞാൻ പുഴുങ്ങി കൊടുത്തു കാപ്പിയുടെ കൂടെ. മാതള നാരങ്ങ എന്നാലും 2 ഞാൻ കൊണ്ട് തന്നില്ലല്ലോ. വേണ്ട, നിങ്ങൾക്ക് കൗണ്ട് കൂടും, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ മനസ്സിലിരിപ്പ് കേട്ടോടി. എടി നമുക്കേ ഒരു റീല് ചെയ്യാം. റീൽസ് ആ കാര്യം പറഞ്ഞ് നമ്മുടെ 271 നമ്പറിലെ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെല്ലാം റീൽ ചെയ്ത് വൈറലായിരിക്കുക. നമുക്ക് ചെയ്യാനും അത് നമുക്ക് ഇന്ന് എന്തോലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അതിന് എടി നല്ലൊരു പാട്ട് എടുത്തേടി രമേ. ഏത് പാട്ടെന്നറിയാവോ? ഏതാ? നമ്മുടെ എന്താ ശാന്തമേ രാത്രിയെല്ലാം കണ്ട് കൊണ്ടുപോയെന്നും പറഞ്ഞൊരു പാട്ട്. ഏത് പാട്ടാടിയത്? ഇങ്ങനെ സ്റ്റെപ്പ് വെക്കത്തില്ലയോ? ശാന്തമേ രാത്രിയിൽ. യൂട്യൂബിൽ ഇഷ്ടം പോണെങ്കിൽ എന്റെ അത് കുറവാ. യൂട്യൂബ് പറഞ്ഞാ പോരേടി. ശാന്തമേ രാത്രി കൊണ്ടുപോവാ. അയ്യോ, ആരാണ്ട് ഓട്ടോയിൽ കയറാണ്ട് കയറ്റിക്കൊണ്ട് പോകുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കട്ടെ. വേറെ എന്താന്ന് വെച്ചാൽ പറഞ്ഞേ. ജോണി വാക്കർ മമ്മൂട്ടി പാട്ട് വന്നോ ചാരി വെക്കട്ടെ. അവിടോട്ട് വെക്കാം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. നല്ല മൂടി കയറി വന്നേ. ഹലോ, ഞാൻ പറഞ്ഞ ഞാൻ ബ്രോക്കർ പണി നിർത്തി. ഇപ്പം തടിയുടെയും ബസ്സുവിൻ്റെയും ഇതാ ഞാൻ നോക്കുന്നത്. ഞാൻ തടിയുടെ കാര്യത്തിലൊക്കെ ഞാൻ ഇപ്പൊ സ്റ്റാർട്ടാ. എത്ര കുമ്മിക്കടിയാ ചേർക്കാൻ? ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ 2-3 കട്ടളൊക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് പറ. തടിയുടെ എന്തുവാ? വേണ്ട ഫോൺ കത്തി. അത് വേണ്ട. നിന്റെ ഫോൺ എടുത്തേടി. വേറെ ഫോൺ. എന്റെയോ? എന്റെ നാട്ട് വെക്കാം. എടി മറ്റേന്ന് പറഞ്ഞടി. ഏതാ? ശാന്തമി ജോണി വാക്കർ മമ്മൂട്ടി പാട്ട് വന്നടി. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ എന്റെ മൂടും പോയി. ഹലോ, അത് ഞങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതുവരെ ക്ലിയർ ആകുന്നു. എന്താ പറയുന്നത്, ആദ്യം ഒരു ഫോണിൽ വെച്ചാൽ അത് വല്ലാത്തൊരു കോള്. രണ്ടാമത് എൻ്റെ വെച്ച് ഞാനും ഫെയിലായി നിൽക്കുക. ഇതെങ്ങനെയും കളിച്ചൊന്ന് കയറ്റണം. നോക്കട്ടെ. ഇനി എന്താ ചെയ്യടി? ഞാൻ എന്റെ ഫോണിൽ വിട്ടോളാം. നിന്റെ ഫോണിൽ ജോണി വാക്കർ മമ്മൂട്ടി പാട്ട്. അങ്ങോട്ട് വെക്കാം.
ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. മൂന്ന് പേരും പോലെ ഹലോ അണ്ണാ, അണ്ണാ ഞങ്ങൾ പണി സൈറ്റിൽ റിഹേഴ്സൽ ചെയ്യുവാണ്. ആ ശരി ശരി. ഓ, ആർക്ക് വിളിക്കാൻ കണ്ട സമയം ദോ കിടക്കുന്നു. അയ്യോ, ഇതെന്തോ പറ്റി? എന്തോ ചേച്ചി? എന്താ ശ്വാസം മുട്ടുന്നടി. അല്ല ശ്വാസം മുട്ടുന്നു. ഈ തള്ളയോട് പറഞ്ഞ ഡാൻസ് കളിക്കരുത്. എന്താ ചെയ്യാ? വണ്ടി വിളിക്കണോ? വണ്ടി വിളിക്കാം, സന്തോഷം വണ്ടി വിളി. സന്തോഷിന്റെ വണ്ടി നമ്പർ സന്തോഷ് നമ്പർ ഉണ്ടോ? ചേച്ചിയുടെ ഫോണിൽ തന്നെയോ? കിടപ്പുണ്ട്. ആ, ആ, അതിനകത്ത് കിടപ്പുണ്ട്. സന്തോഷ് 2 എന്ന് എഴുതിയിട്ടുണ്ടേ. സന്തോഷ് 2ഓ? വന്നാരാ ചൈ? ആ അതന്നെ വണ്ണാരാ. ഉടനെ അത് നിങ്ങൾ തിരക്കാതെ വണ്ടി വിളിയടി. സന്തോഷ് 2. ഹലോ, എങ്ങനെയുണ്ട് സന്തോഷാണോ? കുഴപ്പമില്ല, ഞാനാ സുന്ദർ ചേച്ചിയാ. നീ എവിടെയാടാ? ഇവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അമ്പലത്തിൽ പോയി നിൽക്കുന്നോ? ആരെയും കൊണ്ട് പോയടാ നീ? ഓ, അവളെ കൊണ്ട് ഉഷയും കൊണ്ട് പോയി ഇല്ലയോ? എടാ ഞാൻ വിളിച്ചാൽ നിനക്ക് വരാൻ പറ്റത്തില്ല അല്ലയോ? എന്റെ മെസ്സേജ് നീ സീൻ ചെയ്തായിരുന്നു? മെസ്സേജ് നീ സീൻ ചെയ്തോ? ചെയ്തില്ല. ഞായറാഴ്ച എന്റെ കൊച്ചിനെ കൊണ്ട് അമ്പലത്തിൽ പോയി ഞാൻ നിന്നെ വിളിക്കും. നീ വരുവോ? വരാതെ വരണം, ഞാൻ പറഞ്ഞേക്കാം. എടി കൊച്ചേ, നീ തടപടി. ഒരാൾ ചാൻ തുടങ്ങുമ്പോഴാണ് അവൾ ശൃംഗരിക്കുന്നത്. സന്തോഷം, നീ എവിടെയാണാ നീ? നിന്റെ നമ്പർ മാറിയോടാ? ഓടാ സന്തോഷം. 74 ഇന്നാളെ ആദ്യം ലാസ്റ്റ് കണ്ടത്. ഇപ്പൊ ഒരു 56 പൈസ പറയുക. ഓ, എടി നീ ടീഷർട്ടും ജീൻസും ഇന്നും എടി രമേ, എനിക്ക് ആ ഫോണിക്കോട്ട് തന്നെ. ആ ഫോണിക്കോട്ടെ. ഒരാളെ കൊടുക്കാം. എന്ത് ആ ഫോണിക്കോട്ടെ. ഞാനിവിടെ ചാകാൻ തുടങ്ങുമ്പോ ആരാടെ വിളിച്ച് രണ്ടും കൂടെ നിന്ന് സല്ലപിക്കുക. അല്ല, ഈ പണി സൈറ്റ് ഈ ഫോൺ ഇരിക്കുന്ന കൊണ്ടല്ലേ പ്രശ്നം. അപ്പൊ സമാധാനം അല്ലേ രണ്ടുപേർക്കും? ഞങ്ങൾക്ക് എന്തോ സമാധാനം? ഇച്ചയുടെ പോണാ അത്. അയ്യോ, എന്റെ ഫോണാണ്. ഈ വണ്ടി വിളി. സന്തോഷം 2. അതെ,